Ladies and gentlemen, this is Adarsh and welcome to my Kanayadi. സോ മലയാളത്തിൽ നിന്ന് ഒരു ഫീൽ ഗുഡ് സിനിമ ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയത് ആർക്കും അറിയണ്ടാവില്ല, ചിലപ്പോൾ ഇതിന്റെ ഡയറക്ടർക്ക് മാത്രമേ അറിയണ്ടാവുള്ളൂ. ഫീൽ ഗുഡ് എന്ന് ഞാൻ പറയുന്നതല്ല, പറയപ്പെടുന്ന സിനിമയാണ് ഗോകുൽ സുരേഷിന്റെ അമ്പലമുക്കിലെ വിശേഷങ്ങൾ. സോ ഗോകുൽ സുരേഷിന്റെ പടമായതുകൊണ്ടാണ് ഞാൻ കണ്ടത്. മറ്റേ ചങ്ങായിയെ പോലെയല്ല, മാധവ് സുരേഷിനെ പോലെയല്ല, ഇയാൾക്ക് അഭിനയിക്കാൻ അറിയാം ആൻഡ് വായ്ത്താളം ഇല്ല. മറ്റാൾക്ക് വായ്ത്താളം മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ലൈക്ക് RCB ഫാൻസ്. അമ്പലമുക്കിലെ അപരാധങ്ങൾ അതായിരുന്നു കറക്റ്റ് ടൈറ്റിൽ. പേരിന്റെ ഒപ്പം ഈ വിശേഷങ്ങൾ ഇട്ടാവൊന്നും പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ആവില്ല. സീരിയൽ എന്ന് വിളിച്ച സീരിയൽ പോയി ആത്മഹത്യ, നാടകം എന്ന് വിളിച്ച നാടകം പോയി ആത്മഹത്യ. അതാണ് അവസ്ഥ. ഇതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസർ ആൻഡ് ആമസോൺ പ്രൈം നിങ്ങളുടെയൊക്കെ ബുദ്ധി മൂട്ടിലാണോ? അല്ല, അറിയാൻ ചോദിക്കുകയാണ്. അജാതി അപരാധം, അത്രയും വൃത്തികെട്ട പടം. ഇതില് നമ്മുടെ ഗോകുൽ സുരേഷിന്റെ ക്യാരക്ടർ ബേസിക്കലി ഒരു കാമപ്രാന്തനാണ്. അതായത് ആളുടെ ഹോബീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങൾ കുളത്തിൽ കുളിക്കുമ്പോ വീഡിയോ എടുക്കുക, ഈ മുളകൊക്കെ ഉണക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ കുനിയുമ്പോ എത്തി നോക്കുക, അങ്ങനത്തെ ഒരു അലവലാതിയാണ്. ഒരു ദിവസം കപ്പയും എന്തൊക്കെ തിന്നിട്ട് അണ്ണൻ പോയി കിടക്കുന്നു, പിറ്റേ ദിവസം നോക്കുമ്പോൾ അണ്ണനെ കാണാനില്ല. സോ ഈ അലവലാതിയെ കാണാനില്ല പറഞ്ഞിട്ട് ആ ഗ്രാമത്തിലെ ഒരു ഗ്രൂപ്പ് നന്നായി ഈ അലവലാതി പോയത് പറഞ്ഞിരിക്കുന്നു. വേറൊരു ഗ്രൂപ്പ് ഓഫ് അലവലാദികൾ വിചാരിക്കുന്നു, അയ്യോ ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാനില്ലേ, ആരെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുപോയോ. പിന്നെ നടക്കുന്ന പരിപാടികൾ പറഞ്ഞു പോണ ഒരു വൃത്തികെട്ട പടമാണ് അമ്പലമുക്കിലെ അപരാധങ്ങൾ. ഒരു കോലിൽ സാരി ചുറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ ഒലിപ്പിച്ചു പോണ ഒരു കൂട്ടം അലവലാദികളാണ് ഈ സിനിമയിലുള്ളത്. അതിലൊന്നാണ് നമ്മുടെ ഗണപതി. സോ നമ്മുടെ ഈ മറ്റേ കാമപ്രാന്തനായവനെ കാണാതായപ്പോ ഏതൊരു ജേർണലിസ്റ്റ് വരുന്നു. ഇതെന്താ വല്ല ഗാന്ധിജീനെയോ അല്ലെങ്കിൽ മറ്റേ ട്രംപിനെയാണോ കാണാതായത്? ഒരു അലവലാതിയെ കാണാതായി ഒരു ജേർണലിസ്റ്റ് വരികയാണ് അന്വേഷിക്കാൻ. ആൻഡ് അവള് ജേർണലിസ്റ്റ് ആണ് പറഞ്ഞപ്പോഴേക്കും വിശ്വസിക്കാനുള്ള കുറെ കോമാളികൾ. സീൻ ബൈ സീൻ ഈ സിനിമയിൽ കണക്ഷൻ ഇല്ല. ഇവര് നടക്കുന്നുണ്ട് ഈ മറ്റേ ഇവന്റെ വീരചരിത്രം പറഞ്ഞിട്ട്. ഗാന്ധിജി ആണല്ലോ, ദണ്ഡിയാത്ര നടത്തിയതാണല്ലോ, വീരചരിത്രം കുറെ പറയാനുണ്ടല്ലോ. ഈ കണ്ണിക്കണ്ട പെണ്ണുങ്ങളുടെ വീഡിയോ എടുത്തതും കുനിഞ്ഞപ്പ നോക്കിയതും ഇതൊക്കെ വീരസാഹസിക കഥ പോലെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടിട്ട് വിളിക്കാൻ ഒരു വൃത്തികെട്ട ക്യാരക്ടറായിട്ട് ഒരു പെണ്ണുമ്പിള്ള വരുന്നുണ്ട്. ഇവരിങ്ങനെ നടക്കുകയാണ് ആൻഡ് സീൻ ബൈ സീൻ നോ കണക്ഷൻ. ഒരു സീനിൽ ഇവർ വന്നിട്ട് ചോപ്പ് ഡ്രസ്സ് ആയിരിക്കും, അടുത്ത സീൻ നോക്കുമ്പോൾ കറുപ്പായിരിക്കും. എന്റെ കാക്ക തൂറിയ ഇതിന് മാത്രം ആൾക്കാരുടെ ഡ്രസ്സ് തൂറാൻ കാക്കയ്ക്ക് എന്താ ലൂസ് മോഷൻ ഉണ്ടോ? കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ബിജുക്കുട്ടന് ഒരു ക്യാരക്ടർ ഉണ്ട്, അതേപോലെ നോബി ആൾക്കൊരു ക്യാരക്ടർ ഉണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ട് എടുത്തൊരു വൃത്തികെട്ട പടം. ആൻഡ് ഇതിൽ മേജർ രവി ആണ് നമ്മുടെ ഗോകുൽ സുരേഷിന്റെ ഡാഡി, തന്തപ്പിടിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ആളൊരു കോൺസ്റ്റബിൾ ആണ്. കിഡു പെർഫോമൻസ് ആണ്. ഇമോഷണൽ സീൻസ് ഒക്കെ കാണുമ്പോൾ ചിരിച്ചു വീഴാനാണ് തോന്നിയത്. 100 മിനിറ്റ് ആണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. ആ 100 മിനിറ്റ് കണ്ടു തീർക്കാൻ 4 ദിവസം എടുത്തു. അപ്പൊ മനസ്സിലാക്കുക സിനിമയുടെ ക്വാളിറ്റി, നിലവാരം എത്രയുണ്ട്. ഉറക്ക ഗുളിക, ഇപ്പോഴത്തെ ബെസ്റ്റ് ഇൻ ടൗൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഉറക്ക ഗുളികയാണ് അമ്പലമുക്കിലെ കോമാളികൾ. ഒരു പടമാണ്. കണ്ടു കഴിഞ്ഞാൽ 10 മിനിറ്റ് കണ്ടതിന് ഉറക്കം വരും. ആൻഡ് ഈ ഒരു വൃത്തികെട്ടവനെ സ്നേഹിക്കുക ഒരു പെണ്ണുണ്ട് വെച്ചാൽ ആ പെണ്ണിന്റെ നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കും. നിനക്ക് നാട്ടിൽ എത്ര ആമ്പിള്ളാരുണ്ട്, എന്നിട്ട് ഈ അലവലാതിയെ പ്രേമിക്കാൻ കണ്ടുള്ളൂ. അപ്പൊ മനസ്സിലാക്കി ഇതിന്റെ റൈറ്ററൊക്കെ എന്ത് വലിച്ചു കയറ്റിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇതേ ഒരു വൃത്തികെട്ട കഥ, ആ വൃത്തികെട്ട കഥ കേട്ടിട്ട് ഇവര് ഓക്കെ പറയണം വെച്ചാൽ ഇവരൊക്കെ എന്ത് ഗതികെട്ടവന്മാരാവണം. ആൻഡ് സിനിമയെ പറ്റിയിട്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ മോശക്കാരാക്കി, ഇത് നാട്ടുകാരുടെ കഷ്ടപ്പാടാണ്, 10,000 പേരുടെ ഉപ്പിലിട്ട മാങ്ങയാണ്, കാശ് കൊടുത്ത് കാണുന്നവനൊന്നുമില്ലേ. എടേ സമയം പോണത് മാത്രമല്ല, മെന്റൽ സ്ട്രെസ്സാണ് ഇജാതി ഊളപ്പടങ്ങളൊക്കെ തരുന്നത്. അമ്പലമുക്കിലെ ഗോമാളികൾത്ര പറയേണ്ടത് മൊത്തം ആമസോൺ പ്രൈമിനാണ്. എത്ര നല്ല സിനിമകൾ OTT പ്ലാറ്റ്ഫോം കിട്ടാതെ കിടക്കുമ്പോ ഇജാതി പട്ടിത്തീട്ടത്തിനൊക്കെ എടുക്കേണ്ടി വെച്ചാൽ നിങ്ങളാണ് ആദ്യം പറയേണ്ടത്. ഇറ്റ്സ് വെരി ബാഡ് ഫിലിം. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിലവാരം നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുന്ന സമയമായി. അത്രയും വൃത്തികെട്ട പടവും, ഒരു കഥയില്ല, ഒരു ഉണ്ടയില്ല. സോ അമ്പലമുക്കിലെ അപരാധങ്ങൾ സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം. സോ വേണ്ടവർ കണ്ടു നോക്കുക.